മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം AKG സെന്റർ കേന്ദ്രീകരിച്ചുമുണ്ടാകാൻ സാധ്യത. വീണയുടെ കമ്പനിയുടെ മേൽവിലാസം AKG സെന്ററിന്റേതായതാണ് നേതാക്കളെ ആശങ്കപ്പെടുത്തുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ പാർട്ടി ആസ്ഥാനത്തേക്ക് അന്വേഷണമെത്തിയാൽ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയും നേതാക്കൾക്കുണ്ട്. മാസപ്പടി വിവാദത്തിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ SFIO അന്വേഷണമാണ് CPM-നെ പ്രതിരോധത്തിലാക്കുന്നത്. കമ്പനി രജിസ്ട്രേഷനായി വീണ നൽകിയ മേൽവിലാസമാണ് നേതാക്കളുടെ ആശങ്കയ്ക്ക് കാരണം. വീണ നയിക്കുന്നതിൽ AKG സെന്റർ പാളയം തിരുവനന്തപുരം എന്ന മേൽവിലാസത്തിലാണ് കമ്പനി രജിസ്റ്റർ ചെയ്തത്. ചോദ്യം ചെയ്യലടക്കം നോട്ടീസ് അയച്ചാൽ അത് പാർട്ടി ആസ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ സാധ്യത കൂടുതലാണ്. അത്തരമൊരു സാഹചര്യം പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുമെന്നാണ് നേതാക്കളുടെ ആശങ്ക. നേരത്തെ കമ്പനിയുടെ മേൽവിലാസം സംബന്ധിച്ച ചോദ്യം ഉയർന്നപ്പോൾ അതിന്റെ രേഖകളൊന്നും AKG സെന്ററിലെന്നാണ് പാർട്ടി സെക്രട്ടറി വിഷയത്തിൽ കേന്ദ്ര കമ്പനികാര്യ വകുപ്പിന്റെ തീരുമാനം നിർണായകമാകും. കേസിൽ തെളിവുകളും രേഖകളും സമഗ്രമായി പരിശോധിച്ചുള്ള അന്വേഷണമായാൽ അത് CPM ആസ്ഥാനത്തേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത കൂടുതലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും തിരുവനന്തപുരത്ത് താമസമാക്കിയ 2014 കാലഘട്ടത്തിലാണ് വീണ വിജയൻ എക്സലോജ് ആരംഭിക്കുന്നത്. പാർട്ടി ബന്ധം ഉപയോഗിച്ച് വ്യവസായം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മേൽവിലാസം AKG സെന്റർ നൽകിയെന്നാണ് വിമർശനം. അനാവശ്യ വിവാദങ്ങളിലേക്ക് പാർട്ടി വലിച്ചിട്ടതിൽ ഒരു വിഭാഗത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. കമ്പനി നോമിനിയായ മാതാവ് കമലയുടെ കണ്ണൂരിലെ മേൽവിലാസം നൽകാതെയാണ് വീണ പാർട്ടി ആസ്ഥാനത്തിന്റെ പേര് നൽകുന്നത്. അത് എന്തിനാണെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ജനം, തിരുവനന്തപുരം.